നമ്മൾ കേൾക്കുന്ന സമയത്ത് എവിടെ നാം വായിക്കുന്നതെന്ന് തോന്നുന്നു. ഈ ബുദ്ധിമാന്മാരാണ് പലപ്പോഴും നല്ല. സർ, ഈ ലേണിംഗ് ഡിസബിലിറ്റിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞല്ലോ, ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞത് വ്യത്യസ്തമായ പ്രയാസങ്ങൾക്ക് പറയുന്ന ഒരു അംബ്രല്ല ടേമാണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട 3 വകഭേദങ്ങൾ ഞാൻ പറഞ്ഞു. ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, അല്ലെങ്കിൽ സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡർ വിത്ത് ഇമ്പയർമെൻറ്റ് ഇൻ റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് മാത്തമാറ്റിക്കൽ എബിലിറ്റീസ്. ഓരോന്നിൻ്റെയും ലക്ഷണങ്ങൾ പറയണമെങ്കിൽ മണിക്കൂറുകളോളം സമയം വേണം. എന്നാൽ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ മാത്രം ചുരുക്കി ഞാൻ പറയാം. വായനയിൽ ബുദ്ധിമുട്ടുള്ളൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അക്ഷരങ്ങൾ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടായേക്കാം. ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചിഹ്നങ്ങൾ കീറാമുട്ടികളാണ്. ചിഹ്നങ്ങൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മലയാളത്തിലെ ഈ, ഊ, ആ ഇത്തരം ചിഹ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും ഇവർക്ക്. അതേ രൂപത്തിൽ വായിക്കുന്ന സമയത്ത് അക്ഷരങ്ങൾ വിട്ടുപോകും, വാക്കുകൾ വിട്ടുപോകും, സെൻറ്റൻസുകൾ വിട്ടുപോകും. അതേപോലെ തന്നെ അവിടെ ഇല്ലാത്ത ആശയങ്ങൾ അവർ കൂട്ടിച്ചേർക്കും, അവിടെ ഇല്ലാത്ത അക്ഷരങ്ങൾ കൂട്ടിച്ചേർക്കും, അവിടെ ഇല്ലാത്ത വാക്കുകൾ കൂട്ടിച്ചേർക്കും. നമ്മൾ കേൾക്കുന്ന സമയത്ത് എവിടെ നാം വായിക്കുന്നതെന്ന് തോന്നും. അങ്ങനെ വായനയിൽ പ്രയാസം അനുഭവിക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ, ഇംഗ്ലീഷിലാണെങ്കിൽ ബി എന്നുള്ളത് ചിലപ്പോൾ ഡി എന്നായിരിക്കും വായിക്കുക, പി എന്നുള്ളത് ചിലപ്പോൾ ക്യൂ എന്ന് വായിക്കും, കേരളം എന്നുള്ളത് കരളം എന്നായിരിക്കും ചിലപ്പോൾ വായിക്കുക, അല്ലെങ്കിൽ കേരളം എന്നത് കോരളം എന്ന് വായിക്കുന്നുണ്ടാവും. പക്ഷേ ഈ കുട്ടി അതിബുദ്ധിമാന്മാരാണ് പലപ്പോഴും. നല്ല ബുദ്ധിയുള്ള കുട്ടികളാണ് ഇവർ. പക്ഷേ ഇതുപോലെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴാണ് അതിന് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്ലെക്സിയ അല്ലെങ്കിൽ സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡർ വിത്ത് ഇമ്പയർമെൻറ്റ് ഇൻ റീഡിംഗ്.